ഗുഡ് ഈവനിംഗ്. അട്ടപ്പാടിക്കായി രാജേഷിന് നിരാഹാരം. സർക്കാർ വക മന്ത്രിതല സമിതി. പ്രധാന വാർത്തകൾ. കെ എം മാണിക്കെതിരെ പുതിയ ആരോപണവുമായി ബിജു രമേശ്. മാണിയുടെ ബിസിനസ് രഹസ്യങ്ങൾ തനിക്കറിയാം. ഭീഷണിപ്പെടുത്തിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും ബിജു രമേശ്. ബാർ ഉടമകൾ ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ തെളിവ് നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനും ബാർ ഉടമകൾക്കും ഒത്തുതീർപ്പിനാണ് താൽപര്യമെന്ന് പിണറായി വിജയൻ. അട്ടപ്പാടിയിൽ തുടരുന്ന ശിശുമരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രിതല സമിതി. മന്ത്രിമാർ അട്ടപ്പാടി സന്ദർശിക്കും. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ശിവസേന BJP തർക്കം കേന്ദ്ര മന്ത്രിസഭാ വികസനത്തെയും ബാധിക്കുന്നു. മഹാരാഷ്ട്ര പ്രശ്നം പരിഹരിക്കാതെ ശിവസേന പ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യില്ലെന്ന് ഉദ്ധവ് താക്കറെ. സദാനന്ദ ഗൌഡയ്ക്ക് റെയിൽവേ നഷ്ടപ്പെട്ടേക്കും. ഗോവ മുഖ്യമന്ത്രിയായി ലക്ഷ്മികാന്ത് പർസേക്കർ സ്ഥാനമേറ്റു. ഡൽഹിയിൽ RSS കാര്യാലയത്തിന് മുന്നിൽ ചുംബന പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളും സംഘപരിവാർ പ്രവർത്തകരും തമ്മിൽ സംഘർഷം. മഹാരാജാസ് കോളേജിൽ ആലിംഗന പ്രതിഷേധത്തെ തുടർന്ന് സസ്പെൻഷനിലായ വിദ്യാർത്ഥികൾ നിയമ നടപടിക്കൊരുങ്ങുന്നു. കായിക ലോകത്തിന്റെ കണ്ണും കാതും റഷ്യയിലെ സോച്ചിയിൽ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ മത്സരത്തിൽ മാഗ്നസ് കാൾസൺ വിശ്വനാഥൻ ആനന്ദിനെ നേരിടുന്നു. വെള്ളക്കരുവിന്റെ ആനുകൂല്യത്തിൽ ആനന്ദ്. അട്ടപ്പാടിയിൽ ആദിവാസി ജീവിതം മെച്ചപ്പെടുത്താനുള്ള പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും കാര്യങ്ങൾ ഒട്ടും പുരോഗമിക്കുന്നില്ല എന്നാണ് പുതിയ സംഭവങ്ങളും തെളിയിക്കുന്നത്. ഈ വർഷം ഇതുവരെ അട്ടപ്പാടിയിൽ 17 കുട്ടികൾ മരിച്ചു. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഇതിന് കാരണമെന്നാണ് വിമർശനം. അട്ടപ്പാടിയിൽ ശിശുമരണം വ്യാപകമായതോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത്. NRHM വഴി 4.355 കോടി രൂപ ചെലവിട്ട് ആരോഗ്യമേഖലയിൽ ഏതാനും പദ്ധതികൾ നടപ്പാക്കി. എന്നാൽ IGMS, ജനനി സുരക്ഷാ യോജന തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ ആദിവാസികളിൽ എത്തുന്നില്ല. രോഗികളായ ആദിവാസികൾക്കും ആശുപത്രിയിൽ കൂടെ താമസിക്കുന്നവർക്കും നൽകാനുള്ള പണം ആശുപത്രികൾക്ക് കിട്ടുന്നില്ല. ഡോക്ടർമാരെ ഇവിടെ നിലനിർത്താനും കഴിയുന്നില്ല. കൃഷിവകുപ്പ് 3.5 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും പലതും അട്ടപ്പാടിക്ക് ഇണങ്ങുന്നതായിരുന്നില്ല. പരമ്പരാഗത കൃഷി വികസനത്തിനും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുന്നതിനുമുള്ള നടപടികളും ഉണ്ടായില്ല. ആദിവാസികളുടെ ഉപജീവനമാർഗമായ കന്നുകാലി വളർത്തൽ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടില്ല. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ സാമൂഹ്യ അടുക്കള പദ്ധതി ഇപ്പോൾ അവശേഷിക്കുന്നത് 101 മാത്രം. ഈ വർഷം മാത്രം ഇതിനായി 2 കോടിയോളം രൂപ ചെലവഴിച്ചു. ഗർഭിണികൾക്കായി പ്രഖ്യാപിച്ച അമ്മ വീട് പദ്ധതി യാഥാർത്ഥ്യമായില്ല. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പ്രഖ്യാപിച്ച 150 കോടി രൂപയുടെ പദ്ധതിയിൽ 50 കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചത്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതും ആദിവാസികളുടെ ജീവിതത്തിനും സംസ്കാരത്തിനും ഇണങ്ങാത്ത പദ്ധതികൾ നടപ്പിലാക്കുന്നതുമാണ് പലതും പരാജയപ്പെടാൻ പ്രധാന കാരണം. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിതല സംഘം അട്ടപ്പാടി സന്ദർശിക്കും. ശിശുമരണം വർദ്ധിക്കുകയും പാലക്കാട് MP രാജേഷ് നിരാഹാര സമരം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അടുത്ത മന്ത്രിസഭ വിഷയം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. അട്ടപ്പാടിയിൽ നിന്ന് ഇങ്ങനെയൊരു വിവരം വന്ന സാഹചര്യത്തിൽ അത് ഗൗരവമായിട്ടാണ് കാണുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ശിവകുമാർ അത് ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി. ഈ 2 റിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് കൂട്ടായിട്ട് ആലോചിച്ച് ഈ ക്യാബിനറ്റിൽ തന്നെ അതിനാവശ്യമായ നടപടികളെടുക്കും. MP രാജേഷ് MP, N ഷംസുദ്ദീൻ MLA, അഹാഡ്സ് മുൻ പ്രൊജക്ട് ഡയറക്ടർ PE ഉഷ, ഡോക്ടർ B ഇക്ബാൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം MP രാജേഷ് MPയിലേക്ക്. MP രാജേഷ്, എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ചെലവഴിച്ചിട്ടും ഇപ്പോഴും ശിശുമരണങ്ങൾ തുടരുന്നത്? ഹലോ MP രാജേഷ്, കേൾക്കാമോ? ഹലോ MP രാജേഷ്, കേൾക്കാമെങ്കിൽ. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ഇന്നും ആദിവാസി ശിശു മരണങ്ങൾ തുടരുന്നതിന്റെ കാരണം എന്താണ്? ഹലോ MP രാജേഷ്, കേൾക്കാമോ? മടങ്ങിയെത്താം രാജേഷിലേക്ക്. N ഷംസുദ്ദീൻ, ഇവിടെ മീഡിയ 1 റിപ്പോർട്ട് ചെയ്തതുപോലെ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ അട്ടപ്പാടി പാക്കേജിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിൽ, അതുപോലെ അട്ടപ്പാടിയിലെ വിവിധ ക്ഷേമ ആരോഗ്യ പദ്ധതികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കേണ്ട ഗ്രാമവികസന വകുപ്പ് ഒരു മന്ത്രി ഭരിക്കുമ്പോൾ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മറ്റൊരു മന്ത്രിയും ആരോഗ്യവകുപ്പ് മറ്റൊരു മന്ത്രിയുടെ കയ്യിലുമാണ്. അതുകൊണ്ട് ഈ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിക്കുന്ന ഒരു നോഡൽ ഓഫീസറുടെ അസാന്നിധ്യമല്ലേ ഇപ്പോഴും തുടരുന്ന ശിശുഹത്യകൾക്ക് കാരണമാകുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തൽ ഈ വിഷയത്തിൽ ശരിയല്ല.
ഇവിടെ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള മുതിർന്ന ആളുകൾക്ക് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികൾ മരണപ്പെടുന്നതുമായ സാഹചര്യം അട്ടപ്പാടിയിൽ വർഷങ്ങളായിട്ട് നിലവിലുണ്ട്. അത് ഏറെ രൂക്ഷമായി വന്നത് കഴിഞ്ഞ 2013 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അത് വളരെ ചർച്ചപ്പെട്ട് മുന്നോട്ട് ഉയർന്നു വന്നത്. ആ സമയത്ത് അങ്ങനെയുള്ള കുറെ ഇൻസിഡന്റുകൾ ഉണ്ടായി. ഗവൺമെന്റ് അതിനെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടു. ഇപ്പൊ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ എല്ലാ മന്ത്രിമാരെയും വന്ന് പറഞ്ഞയച്ചു, വിവിധ പദ്ധതികളും പാക്കേജുകളും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഏറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറെ പോരായ്മകളുണ്ട്. നമ്മൾ എല്ലാത്തിനും ഉദ്യോഗസ്ഥന്മാരെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നില്ല. കുറെ ഉദ്യോഗസ്ഥന്മാർ അർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാത്ത പ്രശ്നമുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ഇതുകൊണ്ട് ഈ നടപടികളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. നിങ്ങൾ ഈ പറയുന്ന തോതിൽ എല്ലാത്തിനും അടപ്പടിയെ മരിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും ശിശുമരണത്തിന്റെ കണക്കിലെടുക്കണം. അങ്ങനെ അതിനിപ്പോ ഞാൻ അതിന് ഷംസുദ്ദീനിലേക്ക് മടങ്ങിയെത്താം. എം പി രാജേഷ്, ഇവിടെ എൻ ഷംസുദ്ദീൻ പറഞ്ഞു വരുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില വീഴ്ചകളാണ് ഇപ്പോഴും ഇത്തരത്തിൽ ശിശുമരണങ്ങൾ തുടരാൻ കാരണമെന്നാണ്. സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു, അതിന്റെ ഗുണഫലങ്ങൾ അട്ടപ്പാടിയിൽ കാണുന്നുമുണ്ട് എന്നാണ് എൻ ഷംസുദ്ദീന്റെ വാദം. ഞാൻ അദ്ദേഹം എന്റെ സുഹൃത്താണ്, ജനപ്രതിനിധിയാണ്, ബഹുമാനത്തോടെ വിയോജിക്കട്ടെ. ഒന്ന്, സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതിന്റെ ഗുണം കാണുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ശിശുമരണം തുടരുന്നതാണോ അതിന്റെ ഗുണം? ശിശുമരണം തുടരുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 1.5 കൊല്ലം മുമ്പാണ് ഞാൻ ആദ്യം ഈ പ്രശ്നം ഉന്നയിച്ചത്. അന്ന് തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അങ്ങനെ പോഷകാഹാര കുറവ് മൂലമൊന്നും ആരും മരിക്കുന്നില്ല എന്ന്. 2 മാസം വൈകിട്ടാണെങ്കിലും സംസ്ഥാന സർക്കാരിന് യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പോ അതിനുശേഷം പ്രഖ്യാപിച്ച പദ്ധതികൾ, പാക്കേജ് ഒക്കെ നടപ്പാക്കുന്നതിന്റെ ഗുണം എന്താണ്? വീണ്ടും അതിനുശേഷം 10-20 കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് എല്ലാം ഭദ്രമാണെന്ന് പറയാ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടാവും. അത് മാത്രമല്ല കാരണം, ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയുടെ തന്നെ കാരണം രാഷ്ട്രീയ തലത്തിലെ ഭരണതലത്തിലെ വീഴ്ചയാണ് എന്നുള്ളതാണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ കഴിഞ്ഞ തവണ ഈ പ്രശ്നമെല്ലാം ഉയർന്നു വന്ന സമയത്ത് ഞങ്ങൾ അക്കമിട്ട് നിരത്തിയിരുന്നു എന്തെല്ലാം ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട് എന്ന്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇവിടെ അട്ടപ്പാടിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു IAS ഉദ്യോഗസ്ഥരെ പൂർണ്ണമായിട്ടും അട്ടപ്പാടിയിലേക്ക് നോഡൽ ഓഫീസറായിട്ട് നിയോഗിക്കണം എന്ന ആവശ്യം ഗവൺമെന്റ് ഇതുവരെ നിർവഹിച്ചിട്ടില്ല. അത് സർക്കാർ രാഷ്ട്രീയ തലത്തിൽ എടുക്കേണ്ടിയിരുന്ന ഒരു തീരുമാനം, ഭരണതലത്തിൽ ഉന്നത തലത്തിൽ എടുക്കേണ്ടിയിരുന്ന തീരുമാനമാണ്. ഉണ്ടായിട്ടില്ല. പേരിന് ഒരാളെ വെച്ചു. അതാണ് എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. ഞങ്ങൾ ചെയ്തു എന്ന് വരുത്തുക എന്നുള്ളതല്ലാതെ സിൻസിയറായിട്ട് ഗവൺമെന്റ് ചെയ്തിട്ടില്ല. വെച്ച ആളാരാണ്? പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്പെഷ്യൽ ഓഫീസർ. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ മാത്രമല്ലേ താല്പര്യമുള്ളൂ, അതിന് മാത്രമല്ല അദ്ദേഹത്തിന് സമയം കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അപ്പോ ഒന്ന്. പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം, ഏകോപനമില്ലാത്തതിന്റെ ഒരു ഒന്നാം തരം ഉദാഹരണം പറയാം. നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി വിവരാവകാശ നിയമപ്രകാരം കുറെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ചോദ്യം കൊടുത്തിരുന്നു. അതിന് കിട്ടിയിട്ടുള്ള മറുപടി, ജില്ലാ കളക്ടറിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി, ഈ ചോദ്യങ്ങൾക്ക് എല്ലാമുള്ള വിവരങ്ങൾ ഇവിടെ ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ്. ജില്ലാ ഭരണകൂടത്തിൽ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ ഏകോപനമില്ല എന്നുള്ളതാണ് അർത്ഥം. ഏകോപനം ഉറപ്പാക്കേണ്ടതാരാ? അത് ഗവൺമെന്റ് തലത്തിലാണ് ഏകോപനം ഉറപ്പാക്കേണ്ടിയിരുന്നത്. അത് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികളുടെ സ്ഥിതി എന്താ? ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ഒഴിവുകൾ നികത്തും എന്ന് എത്ര തവണ പ്രഖ്യാപിച്ചതാണെന്ന് അറിയാം. പ്രഖ്യാപനം എത്ര തവണ നടത്തിയോ ഏതാണ്ട് അത്രയും ഒഴിവുകൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ്. 49 അഗളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും മറ്റ് 3 പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലുമായിട്ട് ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും രണ്ടിന്റെയും കൂടി ഒഴിവ് കണക്കാക്കിയാൽ ഏറ്റവും ഒക്ടോബർ 15 കണക്കാണ് ഞാൻ പറയുന്നത്. 49 ഒഴിവുകളുണ്ട്. അത് നിൽക്കുകയാണ്. ഗവൺമെന്റ് നികത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഡോക്ടർമാർക്ക് അവിടെ അധിക വേതനം പ്രഖ്യാപിച്ചു. അത് നടപ്പാക്കാൻ പിന്നീട് ഒരുപാട് ഇടപെടൽ നടത്തേണ്ടി വന്നു. 2-3 കത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. നടപ്പാക്കി, ഡോക്ടർമാർക്ക് അത് കൊടുത്തു. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും അധിക വേതനം കൊടുത്തിട്ടില്ല. അട്ടപ്പാടിയിൽ ആൾ നിൽക്കണമെങ്കിൽ അധിക വേതനം കൊടുക്കണം. പിന്നെ PSC വഴിയുള്ള ഡോക്ടർമാർ അവിടെ വരുന്നില്ല. എന്താ കാരണം? ഡോക്ടർമാർക്ക് PG പ്രവേശനത്തിന് കോട്ട അട്ടപ്പാടിയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് കൊടുക്കും എന്ന വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നതാണ്. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ആ പ്രഖ്യാപനം നടപ്പാക്കിയിട്ടില്ല. ഇതൊക്കെ വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണല്ലോ. അതുപോലെ കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അതിഗംഭീരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള സംവിധാനം അത് തുരമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം, ഒരു കുട്ടി മരിച്ചത് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചെന്നു. അവിടെ ടെക്നീഷ്യൻ ഇല്ല. അപ്പൊ സ്കാനിങ്ങിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് റെഫർ ചെയ്തു. തിരിച്ചു എന്ന വഴിക്കാണ് മരിക്കുന്നത്. അപ്പൊ സ്കാനിങ് മെഷീൻ ഉണ്ട്, പക്ഷെ ആനയെ വാങ്ങാൻ കഴിയും തോട്ടി ഇല്ല എന്ന് പറയുന്നത് പോലെയാണിത്.
അപ്പോ ഈ വീഴ്ചകളെല്ലാം നമുക്ക് എണ്ണി പറയാം. സബ് സെന്ററുകൾ 9 സബ് സെന്ററുകളുടെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. NRSMൽ നിന്ന് കിട്ടിയ 150 കോടി ട്രഷറിയിൽ ഇപ്പോഴും കിടക്കുന്നു, റിലീസ് ചെയ്യുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ചെയ്തിരിക്കുകയാണ്, റിലീസ് ചെയ്യാതെ ട്രഷറി കിടക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വസ്തുതയില്ല. കമ്മ്യൂണിറ്റി കിച്ചന്റെ സ്ഥിതി നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത് തന്നെ നിലച്ചുപോയി, പലയിടത്തും ആരംഭിച്ചിട്ടില്ല. ഇങ്ങനെ എണ്ണിപ്പറയാവുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. ഒന്നാമതായി കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒന്ന്, NRSMനെ തുടർന്ന് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ, അതിൽ കഴിഞ്ഞ തവണ കേരളത്തിന്റെ വിഹിതത്തെക്കാൾ 119 കോടി തവണ വെട്ടിക്കുറച്ചു. പുതിയ ഗവൺമെന്റ് വന്നിട്ട് 119 കോടി വെട്ടിക്കുറച്ചിട്ടുണ്ട്. അട്ടപ്പാടിക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒറ്റ സ്കീമിനും അപ്രൂവൽ കിട്ടിയിട്ടില്ല. നിലവിലുള്ള ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് 3 NRM ഒഴികെയുള്ള വേറെ ഒരു പ്രപ്പോസലിനും അംഗീകാരം കിട്ടിയിട്ടില്ല. ഒരുപാട് പ്രപ്പോസലുകൾ കൊടുത്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അംഗീകാരം കിട്ടിയിട്ടില്ല. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അക്കാര്യം ഗൗരവമായിട്ട് എടുക്കും. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണുന്നുണ്ട് ഈ കാര്യം ഉന്നയിക്കാൻ വേണ്ടി. റൈറ്റ്, MP രാജേഷ് മടങ്ങിയെത്താം. ശ്രീമതി P. ഉഷ, 750 കോടിയോളം രൂപ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി അട്ടപ്പാടിയിൽ ചെലവാക്കിയിട്ടുണ്ടെന്ന് കണക്കുണ്ട്. 219 കോടി രൂപ ഹാർട്സ് മാത്രം അട്ടപ്പാടിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയും വിപുലമായ, ഇത്രയും വലിയ തുക ചെലവഴിച്ചുള്ള ഒരു ദീർഘകാല പദ്ധതി പൂർത്തിയായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ശിശുമരണങ്ങൾ തുടരുന്നത്? അത് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ഈ പ്രശ്നം എന്ന് പറയുന്നത് അത് പുതിയതായിട്ട് തുടങ്ങിയതല്ല. കാരണം ആദിവാസികൾക്ക് ചേരാത്ത ഒരു വികസന രീതിയായിരുന്നു കുറേ കാലമായിട്ട് അവിടെ നിലനിന്നിരുന്നത്. പിന്നെ അഹാഡ്സ് വന്നപ്പോൾ ഉണ്ടായ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിരുന്നു, പക്ഷെ അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ എവിടെയും ഉള്ളതുപോലെയല്ല അട്ടപ്പാടിയിൽ. കാരണം അവിടെ വലിയ തരത്തിലുള്ള അഴിമതിയും അതുപോലെ തന്നെ നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിലുള്ള വലിയ തരത്തിലുള്ള വീഴ്ചയും എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ഒരു പ്രീസിഡന്റ് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു അതായത് ആ കീഴ്വഴക്കം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും മറ്റെല്ലാ നിയമങ്ങൾക്കും ഉപരി. അപ്പോൾ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യക്ഷമതയും ഇല്ലാത്ത ഒരു സംവിധാനം പല വകുപ്പുകളിൽ നിലനിൽക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അഹാഡ്സ് കൊണ്ടുവന്നിട്ടുള്ള സദ്ഫലങ്ങൾ നിലനിർത്താനാവാതെ പോയത് അതിന് തുടർച്ചയുണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതേപോലെ ആദിവാസികളുടെ ഭൂമി അന്യാധീനപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടന്നില്ല. പിന്നെ ആദിവാസികൾ ഉൾച്ചേർന്നിട്ടുള്ള വികസന പരിപാടികൾ നടപ്പാക്കുന്നതിൽ ഇപ്പോഴും വേണ്ടത്ര നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആദിവാസികളുടെ പങ്കാളിത്തം, ആദിവാസികൾ ഇപ്പോൾ വിവിധ വകുപ്പുകളിലെ ഒക്കെ ആദിവാസികളുടെ വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഇല്ല. പിന്നെ പലപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദിവാസികളുടെ പ്രത്യേകതയും അട്ടപ്പാടിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അറിഞ്ഞിട്ടല്ല പല പരിപാടികളും നടപ്പാക്കിയത്. ഇപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് 20%-ലധികം വേതനം കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്ന അട്ടപ്പാടി എന്താ കേരളത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പൗരസമൂഹം, നമ്മളുടെ പൊതുവായിട്ടുള്ള സമൂഹം തന്നെ ഇതുവരെ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ വേറെ ഏതോ മേഖലയാണോ? കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അട്ടപ്പാടിയെ കേരളം ഉൾക്കൊള്ളുന്നില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്ര തരത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമ്മളൊരു പാക്കേജ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ ഈ പാക്കേജ് നടപ്പാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. റൈറ്റ്, P. ഉഷ, ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ജനസംഖ്യാപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ അട്ടപ്പാടിക്കുണ്ട്. ആദിവാസികൾ ധാരാളമുള്ള പ്രദേശമാണെങ്കിലും ഭൂരിഭാഗവും ആദിവാസികളാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയുടെ പ്രശ്നങ്ങളെ അട്ടപ്പാടിയിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില പ്രതിബന്ധങ്ങൾ, അത് രാഷ്ട്രീയമാകാം, സാംസ്കാരികമാകാം, അവിടെ നിലനിൽക്കുന്നു. താങ്കൾ മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ അട്ടപ്പാടി എന്താ കേരളത്തിലല്ലേ എന്ന ചോദ്യം അട്ടപ്പാടിക്ക് വെളിയിലുണ്ടാകുമ്പോൾ അട്ടപ്പാടിയിലേക്ക് ധാരാളമായി കുടിയേറ്റവും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു ദീർഘകാല വീക്ഷണത്തോടെയുള്ള പദ്ധതി ഇനിയും ആവിഷ്കരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അപ്പോഴും നമ്മൾ ഈ അട്ടപ്പാടിയിൽ കുടിയേറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ അട്ടപ്പാടിയിൽ കുടിയേറ്റമൊക്കെ നിലച്ചു പോയിട്ടുണ്ട്. പക്ഷേ അട്ടപ്പാടിയിലെ മറ്റെങ്ങും പോകാൻ കഴിയാത്ത, മറ്റൊന്നും അവിടെ തന്നെ ജീവിക്കേണ്ട ആദിവാസികളെ പരിഗണിച്ചിട്ട് തന്നെ വേണം. അതായത് നമ്മളൊരു കോംപ്രമൈസിന് അതിനവിടെ തയ്യാറാവരുത്. കാരണം ആദിവാസി ഭൂനിയമത്തിൽ കാണിച്ചിട്ടുള്ള അതേപോലത്തെ കോംപ്രമൈസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ആദിവാസികൾക്ക് ഗുണം കിട്ടില്ല. മറിച്ച് ആദിവാസികളാണ് അവിടെ പ്രത്യേകം പരിഗണിക്കേണ്ടത്. മറ്റേ കുടിയേറ്റക്കാർക്ക് എപ്പോഴും അവരുടെ റൂട്ട്സ് വേറെയുണ്ട്, പിന്നെ അവർക്ക് എവിടേക്കും പോവാം. പിന്നെ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് ഈ പുതിയ പാക്കേജുകൾ വരുമ്പോൾ വീണ്ടും കുറേ നിക്ഷിപ്ത താല്പര്യക്കാർക്കാണ്
ഗുണം കിട്ടുന്നത്. അതുപോലെ അട്ടപ്പാടിയിൽ വന്നിട്ടുള്ള വീഴ്ചകൾ എന്തുകൊണ്ടാണ്